നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ പ്രഖ്യാപിക്കുന്ന സൗജന്യ യാത്ര ആനുകൂല്യങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന രീതിയിലാകരുതെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ഒരു കിലോമീറ്റർ സർവീസ് നടത്താൻ 50 രൂപ 65 പൈസ ചെലവുണ്ടെന്നും അതിനാൽ കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ ബസ് ഉടമകൾക്ക് സർക്കാർ നൽകണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇതിനായി ദിവസത്തെ മുഴുവൻ കളക്ഷനും സർക്കാരിലേക്ക് കൈമാറാമെന്നും കളക്ഷൻ പരിശോധിക്കാൻ എല്ലാ ബസ്സുകളിലും സർക്കാർ ഓരോ ജീവനക്കാരെ നിയോഗിക്കണമെന്നും ഉടമകൾ വ്യക്തമാക്കുന്നു. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് അനുബന്ധ ചെലവുകളും ഉടമകൾ തന്നെ വഹിക്കും. KSRTC മാതൃകയിൽ സ്ത്രീകൾക്ക് സ്വകാര്യ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നും സീറോ ടിക്കറ്റ് സംവിധാനത്തിലൂടെ ഈ തുക സർക്കാർ സബ്സിഡിയായി നൽകണമെന്നതുമാണ് രണ്ടാമത്തെ ഉപാധി. ഈ രണ്ട് നിർദ്ദേശങ്ങളും അംഗീകരിച്ചില്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കുകയും നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയും വേണമെന്ന മൂന്നാമത്തെ ഉപാധിയും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ബസ് വ്യവസായ മേഖലയ്ക്ക് വിസ്മയമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതെന്നും 19 ബഡ്ജറ്റിൽ ഇത് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 3 ഉപാധികൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ച് ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ സർവീസ് നടത്താൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. കാരണം ഞങ്ങൾക്ക് ഒരു കിലോമീറ്ററിന് 55 രൂപ മിനിമം കിട്ടാത്ത രീതിയിൽ സർവീസ് നടത്തി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഡീസലിൻ്റെ വില, ജീവനക്കാരുടെ ശമ്പളം, മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും റേറ്റ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ വണ്ടി അവർ ഏറ്റെടുത്തോട്ടെ, ഞങ്ങൾ തന്നെ മെയിൻ്റനൻസ് നടത്തിക്കൊള്ളാം. അല്ല, സർക്കാർ ഇത്രയും നല്ലൊരു പരിപാടി നടപ്പാക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ 10,000, KSRTC 4,500, 14,500 സ്റ്റേജ് കാരേജ് ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ 3,125 ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യം. അതായത് 20% സ്ത്രീകൾക്ക് മാത്രമേ സൗജന്യം ലഭിക്കുന്നുള്ളൂ. ഞങ്ങൾ വെച്ച ഈ ആദ്യത്തെ 2 ഓപ്ഷനും കേരളത്തിലെ 90% 95% സ്ത്രീകൾക്കും ഈ സർക്കാരിൻ്റെ ഈ ആനുകൂല്യം കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 ഓപ്ഷൻ. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ റംസൊക്കെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അതായത് ഒരു KSRTC ബസ്സിന് സർക്കാർ ഒരു മാസം 150 കോടി രൂപ മൊത്തത്തിൽ KSRTCക്ക് കൊടുക്കണമെന്നാണ് കണക്ക്. KSRTCയുടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 4,000 ബസ്സുകളാണ് മൊത്തം ഉള്ളത്. ഒരു ദിവസം മുൻ ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു ദിവസം ഞാൻ KSRTCക്ക് 5 കോടി രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് വാദത്തിന് വേണ്ടി. ശരിക്കും KSRTCയുടെ ഫ്ലീറ്റ് എന്ന് പറയുന്നത് 3,000, അത് വെച്ച് നോക്കുമ്പോൾ ഒരു ബസ്സിന് ഏതാണ്ട് 14,000 രൂപ 15,000 രൂപ ഈ ചെലവുകൾക്കെല്ലാം പുറമെ KSRTCക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു ദിവസം ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് CCV. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡി ക്ലിനിക്, മായന്നൂർ.